ടാഗ് ലൈൻ ഉണ്ട് ഇവിടെ, പോട്ടറി ഈസ് ചീപ്പർ ദാൻ തെറപ്പി. ഇപ്പോൾ ഇഫ് യു ആർ ഹിയർ ഫോർ സം ടൈം, ഒരു 1 hour 2 hours, ആ സമയത്ത് യു വിൽ ആക്ച്വലി ഫൊഗെറ്റ് അബൌട്ട് ദ വേൾഡ് ഔട്ട് സൈഡ്. നോർമൽ ലൈഫിലെ ഇഫ് യു ഹാവ് എനി പ്രോബ്ലംസ് ഓർ ഇഫ് യു ആർ തിങ്കിങ് അബൌട്ട് വർക്ക് ഓർ ഹോം ഓർ കിഡ്സ്, അപ്പോൾ ആ ഒരു 2 hour സെഷനിൽ യു വോണ്ട് ബി ഏബിൾ ടു തിങ്ക് അബൌട്ട് ദെം, യു വിൽ ബി കംപ്ലീറ്റ്ലി ഇൻവോൾവ് ഇൻ ദിസ്. അപ്പോൾ പോട്ടറി ഈസ് ചീപ്പർ ദാൻ തെറപ്പി. ഇപ്പോൾ മൺപാത്ര നിർമ്മാണം ചികിത്സയേക്കാൾ ചിലവ് കുറഞ്ഞതാണ്. സെറാമിക് ക്ലേ ഉപയോഗിച്ചുള്ള കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിൽ പ്രഗത്ഭയായ റീമയെ മുന്നോട്ട് നയിക്കുന്ന വാക്കുകളാണിവ. കുഴച്ചെടുത്ത മണ്ണുമായി അത്ഭുതം തീർക്കുകയാണ് റീമ. 7 വർഷം കൊണ്ട് ഒരു സുഹൃത്തിൽ നിന്നാണ് റീമ ഈ കല പഠിച്ചെടുത്തത്. പിന്നീട് താൻ പഠിച്ച കല മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും ആരംഭിച്ചു. ഇപ്പോൾ കൊച്ചിയിലെ ഗിരിനഗറിലെ വീട്ടിൽ സ്റ്റുഡിയോയിൽ തിരക്കിലാണ് റീമ. 7 വർഷം മുമ്പിലാണ് പഠിപ്പിച്ച് സ്റ്റാർട്ട് ചെയ്ത്. ഇപ്പോൾ ഈ സ്റ്റുഡിയോ ഓൾമോസ്റ്റ് 2 years ഓൾഡാണ്. ഇപ്പോൾ ആൾക്കാർക്ക് ഒരു എക്സ്പീരിയൻസ് പോലെ വേണമെന്ന് ദേ ക്യാൻ കം ഹിയർ ഫോർ 1 hour or 2 hours. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ എങ്ങനെ പോട്ടറി എന്നാണ്, എങ്ങനെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കും, അതുപോലെ ഒരു നമ്മൾ തുടങ്ങിയാണ് 1 hourൻ്റെ വർക്ക്ഷോപ്പ്, പിന്നെ 2 hoursൻ്റെ വർക്ക്ഷോപ്പുണ്ട്. അതിനുശേഷം ആൾക്കാർക്ക് ആഗ്രഹമുണ്ട് അവർക്ക് പഠിപ്പിക്കണം. നമുക്ക് 14 daysൻ്റെ കോഴ്സ് ഉണ്ട്. അതില്ലാത്ത പ്രൊഫഷണൽ കോഴ്സ് ഉണ്ട്, അതൊരു 3 monthsൻ്റെ കോഴ്സാണ്. സ്വദേശം ചെന്നൈ. പഞ്ചാബിയായ പവൻദീപ് സിംഗിനെ വിവാഹം ചെയ്തതോടെ റീമയും കൊച്ചിക്കാരിയായി. ഇപ്പോൾ കുടുംബത്തിന്റെ പിന്തുണയുമുണ്ട്. ഹോബി പിന്നീട് പാഷനായി മാറിയതെങ്ങനെയെന്ന് റീമ വിവരിക്കുന്നു. കുറേ ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, ദേ ഓൾ വാണ്ട് ഹാൻഡ് മെയ്ഡ് പീസസ്. ഒരു ഡിഫറെൻറ്റ് പീസ് വേണം അവർക്ക്, ഒരു കസ്റ്റമൈസ്ഡ് പീസ് വേണം. അവരുടെ ലോഗോ, അതല്ല ആ പീസ് പോലെ അങ്ങനെ ഒരു പ്ലേറ്റ് പോലെ അവരുടെ ലോഗോ വേണം. അങ്ങനെ കസ്റ്റമൈസേഷൻ്റെ കുറേ ആൾക്കാർ വരും. നിർമ്മിക്കുന്നവർക്കും കണ്ടിരിക്കുന്നവർക്കും ഏറെ കൗതുകവും സമാധാനവും നൽകുന്ന ഒന്നാണ് ശില്പങ്ങൾ തീർക്കുക എന്നത്. ഒരു കള്ളിമണ്ണ് ആധുനിക രീതിയിൽ ജീവൻ തുടിക്കുന്ന ശില്പങ്ങളോ ഉപയോഗപ്രദമായ വസ്തുക്കളോ ആക്കേണ്ടത് ഇങ്ങനെയാണ്. ക്ലേ വിൽ ബി ആക്ച്വലി വെറ്റ് ക്ലേ ആണ് അത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരു പീസ് ഉണ്ടാക്കും, വെദർ ഇറ്റ് വിൽ ബി വിത്ത് ഹാൻഡ് ഓർ ഓൺ ദ വീൽ. അതിനുശേഷം ഒരു ട്രിമ്മിങ് പ്രോസസ്സ് ഉണ്ട്, ഒരു ഫിനിഷിങ് പ്രോസസ്സ് ഉണ്ട്. അതിനുശേഷം ഒരു 5 to 6 daysൻ്റെ ഒരു ഡ്രൈയിങ് പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ക്ലൈമറ്റ് അനുസരിച്ചിട്ട് നമ്മൾ ഡ്രൈയിങ് പ്രോസസ്സ് ഉണ്ടാവും അതിൽ. അതിനുശേഷം നമ്മൾ ഫയർ ചെയ്യും. ആ ഫയറിങ് ഒരു ഓൾമോസ്റ്റ് ഒരു 36 hoursൻ്റെ ഫയറിങ് ആണ് ടോട്ടൽ. ഒരു 12 to 13 hoursൻ്റെ ഫയറിങ്, പിന്നെ ഒരു 24 hoursൻ്റെ കൂളിംഗ് ടൈം ഉണ്ട്. അതിനുശേഷം നമ്മൾ ആ ഗ്ലേസിൽ ഡിപ്പ് ചെയ്തിട്ട് പിന്നെ ഫയർ ചെയ്യും. അതൊരു 36 hoursൻ്റെ ടൈം. പിന്നെ ഒരു പീസ് നോക്കാണ് നമ്മൾക്ക് ഓൾമോസ്റ്റ് ഒരു 7 to 10 daysൻ്റെ പ്രോസസ്സാണ്. ക്ലേ ഉപയോഗിച്ച് വിവിധ വസ്തുക്കൾ മെനഞ്ഞെടുക്കുക അത്ര എളുപ്പമല്ല. പക്ഷേ പരിശീലനത്തിലൂടെ അത് സ്വായത്തമാക്കാം. തൊഴിൽ മാത്രമല്ല, ഈ കല പൂർണ്ണമായും സ്ട്രെസ് റിലീഫും നൽകുന്നുവെന്ന് റിമ ഉറപ്പു നൽകുന്നു. ബിനു പാമ്പയ്ക്കൊപ്പം സ്നേഹമോൾ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. സ്നേഹമോൾ നൈനാനാണ് നമ്മുടെ കൂടെയുള്ളത്. സ്നേഹ മനോഹരമായിട്ടൊക്കെ നിർമ്മിക്കുന്നുണ്ടല്ലേ? അതേപോലെ തന്നെ നിങ്ങൾക്കത് പഠിക്കാനും താല്പര്യമുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ചെല്ലാം. അതല്ല, സ്ട്രെസ്സൊക്കെ കൂടിക്കൂടി വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടും അങ്ങോട്ടേക്ക് അങ്ങ് ചെന്നാൽ മതി എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. പോയി കണ്ടപ്പോൾ എന്തു തോന്നി? നമുക്ക് സാധാരണഗതിയിൽ ലൈഫിൽ എന്തെങ്കിലും പ്രതിസന്ധികളോ അല്ലെങ്കിൽ സ്ട്രെസ്സോ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ജോലികളൊക്കെ ചെയ്യാനായിരിക്കും ആദ്യം ശ്രമിക്കുക. ഇപ്പോൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വായന, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പാട്ട് പാടാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പാട്ട്, അങ്ങനെ പല വിധത്തിലുള്ള ഈ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ അത് പരാജയപ്പെട്ടു എന്ന് കഴിഞ്ഞാൽ മിക്ക ആളുകളും ലഹരിയിലേക്കായിരിക്കും തിരിയുക, അല്ലേ? പക്ഷേ അതിൽ നിന്നൊരു മോചനം, അല്ലെങ്കിൽ ഈ സ്ട്രെസ്സിൽ നിന്നൊരു മോചനം കണ്ടെത്താൻ സാധിക്കില്ല എന്നുള്ള കാര്യവും ഉറപ്പാണ്. പക്ഷേ ഇവിടെ ഈ 38-കാരിയായ റീമ പറയുന്നു, സ്ട്രെസ് ഉണ്ടെങ്കിൽ ഇങ്ങു പോരൂ, നമുക്ക് ക്ലേയിലൂടെ വിസ്മയം തീർക്കാം എന്നുള്ളത്. ഈ റീമ ചെന്നൈ സ്വദേശിയാണ്, പഞ്ചാബിയാണ്. പക്ഷേ ജനിച്ചതും വളർന്നതുമൊക്കെ ചെന്നൈയിലാണ്. അതിനുശേഷം പഞ്ചാബി, അതുപോലെ തന്നെ ഈ കൊച്ചിയിൽ ജനിച്ച് വളർന്ന ഈ പവൻദീപ് സിംഗിനെ കല്യാണം കഴിച്ചതോടെയാണ് ഇവർ ഈ കൊച്ചിയിലേക്ക് വരുന്നത്. അതിന് മുന്നോടിയായി ഒരു 7 വർഷം മുന്നേ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നുമാണ് ഇത്തരത്തിലൊരു ഈ കരകൗശല നിർമ്മാണം എങ്ങനെയാണ് എന്നുള്ളത് ഈ റീമ പഠിച്ചത്.
അതിനുശേഷം ഈ 2 വർഷത്തോളമായി ഏറെക്കുറെ ഈ സ്റ്റുഡിയോ ഒക്കെ ആരംഭിച്ച് ഈ പിള്ളേരെ കൂടുതൽ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. നിരവധി ആളുകളാണ് റീമയുടെ അടുത്ത് ഈ കരകൗശല നിർമ്മാണം പഠിക്കാനായിട്ട് എത്തുന്നത്. ഈ 1 മണിക്കൂർ മുതൽ 3 മാസം വരെയുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ട്. ഈ 1 മണിക്കൂർ എന്നുള്ള ക്ലാസ്സൊക്കെ പറയുമ്പോൾ ഇത് പഠിക്കാൻ അത്ര സിമ്പിളാണ് എന്നൊന്നും കരുതണ്ട. ഈ 3 മാസത്തെ ക്ലാസ് എന്ന് പറയുമ്പോൾ തന്നെ അത്ര വലിയ വേഗത്തിലാണ് പഠിപ്പിക്കുന്നത് എന്നാണ് ഈ റീമ പറയുന്നത്. പക്ഷേ പഠിച്ചെടുക്കാൻ അല്പം പാടാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളിലും പോലെ തന്നെ പ്രാക്ടീസ് മേക്സ് യു പെർഫെക്റ്റ് എന്ന് പറയുന്ന പോലെ തന്നെ പരിശീലനത്തിലൂടെ തന്നെയാണ് അത് സ്വായത്തമാക്കാൻ സാധിക്കുന്നത് എന്നാണ് പറയുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ശരിക്കും വേറെ ഒരു ലോകമാണ്. ഈ റീമയുടെ ഈ വീടിൻ്റെ ഭാഗത്ത്, അതായത് ടെറസിൽ തന്നെയാണ് ഒരു സ്റ്റുഡിയോ ആരംഭിച്ചിരിക്കുന്നത്. പക്ഷേ ആ സ്റ്റുഡിയോയുടെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ വേറെ ഒരു ലോകമാണ്. അതായത് വ്യത്യസ്തങ്ങളായ പാത്രങ്ങളുടെയും വ്യത്യസ്തങ്ങളായ കപ്പുകളുടെയും വ്യത്യസ്തങ്ങളായ രൂപങ്ങളുടെയും ഒക്കെ ഒരു രൂപമാണ്. അവിടെ ഇരുന്നു കൊണ്ട് അവരത് നിർമ്മിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. തീർച്ചയായും. എന്തായാലും റിമ അത് പറഞ്ഞപ്പോൾ തന്നെ പലർക്കും ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ടാകില്ല. നമുക്ക് എന്തെങ്കിലും സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പാട്ട് കേൾക്കും, യാത്രകളൊക്കെ പോകും. അങ്ങനെ മനസ്സിന്റെ വേദനയൊക്കെ അകറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് വഴികളുണ്ട്. അതിലൊരു വഴിയാണ് ഇപ്പോൾ റിമ നിങ്ങൾക്ക് മുന്നിലേക്ക് തുറന്നു വെച്ചിരിക്കുക. അത് മാത്രമല്ല, ഇതൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയല്ലേ? ഒറ്റ കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നാൽ പോരല്ലോ. നല്ല കാര്യം തന്നെയാണ്. എന്തായാലും സ്നേഹമോൾ നയനാണ് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്.